ഭവൻ മോളിയിലെ പട്ടി ഫുൾ ടൈം എയറിലാണല്ലോ അതൊക്കെ. അതൊക്കെ അതിൻ്റെ മാത്രമായിട്ട് ആക്ഷൻസ് നമ്മൾ വരച്ച് കുറേ കളക്ട് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനൊരു കളക്ഷൻ ഉണ്ടാക്കി, ആദ്യമേ അങ്ങനെ ഉണ്ടാക്കി. നായയുടെ മാത്രം കുറേ ആക്ഷൻസ്, ചാടുന്നത്, ഓടുന്നത്, അങ്ങനെ ഓരോന്നുണ്ടാക്കി വയ്ക്കും. കാരണം ഈ ഇപ്പം 120 കഥകൾ നമ്മൾ ചെയ്തതിൽ മിക്കവാറും ആവർത്തനം ഉണ്ടാവും ഒരേ ആക്ഷൻ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഭവൻ മോളിയും ചെയ്യാൻ എളുപ്പമായത്. എന്താണ് ഈ 2Dയും 3Dയും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ ടോം ആൻഡ് ജെറിയും ജംഗിൾ ബുക്കും ഒക്കെ 2D ആണ്, പിന്നെ ഏതാണ് 3D? 3D എന്ന് പറയുന്നത് ബഗ്സ് ലൈഫ്. ശരിക്കും ടോയ് സ്റ്റോറിയാണ് ആദ്യത്തെ 3D സിനിമയായിട്ട് വരുന്നത്. ബഗ്സ് ലൈഫ് ഇങ്ങോട്ട് ഇപ്പോൾ റാറ്റാറ്റുലി ലേറ്റസ്റ്റ് കുറേ ഇതുണ്ട്. 2Dയിൽ ക്യാരക്ടേഴ്സിനെ വരച്ചിട്ട് ആ 2 ഡയമെൻഷനിൽ ദ്വിമാന ചിത്രങ്ങൾ അതേപോലെ ചലിപ്പിക്കുന്നത് 2D. അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചും ചെയ്യാം, മാനുവലായിട്ട് പേപ്പർ ഉപയോഗിച്ചും ചെയ്യുന്നുണ്ട് ഇപ്പോഴും. എന്നാലും ഇതിൻ്റെ അടിസ്ഥാനപരമായ ഡ്രോയിങ്സ് എല്ലാം പേപ്പറിൽ തന്നെയാണ് ചെയ്യുന്നത്. പേപ്പറിൽ സ്കെച്ച് ചെയ്തിട്ട് അത് 3D ആയാലും 2D ആയാലും പേപ്പറിൽ അടിസ്ഥാനപരമായ സ്കെച്ചുകളെല്ലാം പേപ്പറിൽ തന്നെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അത് 3Dയിലേക്ക് ചെയ്യുന്നത്. 3D ചെയ്യുമ്പോഴത്തേക്ക് അതിന് കമ്പ്യൂട്ടറിൽ ഇപ്പോൾ മായ 3D മാക്സ് പോലുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. ഇപ്പം പിക്സാർ പോലുള്ള സ്റ്റുഡിയോയൊക്കെ ആണെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്ത അനിമേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്തിട്ട് അതിന് ത്രിമാനമായിട്ട്, അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്തും കാണാൻ പറ്റും. നമുക്ക് 2 ഡയമെൻഷണൽ ചിത്രമാകുമ്പോഴത്തേക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ആ റൊട്ടേറ്റ് ചെയ്യുന്ന എല്ലാ ആംഗിളും നമ്മൾ വരച്ചുണ്ടാക്കണം. ഇൻ്റർനെറ്റിൽ ഇപ്പോൾ ഒരു പുതിയ സാധ്യതയാണല്ലോ യൂട്യൂബ് എന്ന് പറയുന്നത്. യൂട്യൂബിൽ എങ്ങനെയാണ് താങ്കളുടെ സാന്നിധ്യം? യൂട്യൂബിൽ എൻ്റേതായ ഒരു ചാനലുണ്ട്. എന്താണ് അതിൻ്റെ പേര്? മലയാളം ചാനൽ എന്നാണ് ഇട്ടേക്കുന്നത്. മലയാളം ചാനൽ. അതിൽ ഞാൻ ഭവനും മോളി ഒരു 4 സ്റ്റോറീസ്, പിന്നെ ഞാൻ ചെയ്ത നാടൻ പാട്ടുകൾ, അങ്ങനെ ഒരു 10-15ഓളം വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യൂവർഷിപ്പ് ഇപ്പോൾ 70 ലക്ഷം കടന്നു. എവിടെ നിന്നാണ് കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത്? വ്യൂവേഴ്സ് നാടൻ പാട്ടുകൾക്ക് കൂടുതൽ അമേരിക്ക, കാനഡ, യൂറോപ്യൻ കൺട്രീസിൽ നിന്ന്, UK എന്ന് ആണ് കൂടുതലുള്ളത്. ഗൾഫ് കൺട്രീസിൽ നിന്നുണ്ട്. മലയാളികളാണോ കാണുന്നത്? മലയാളികളാണ് കാണുന്നത്. അല്ലാതെ പിന്നെ ചില ഭാഷക്കാർ കണ്ടിട്ട് ചില പാട്ടുകൾ മറ്റു ഭാഷകളിൽ ലഭിക്കുമോ എന്നൊക്കെ അന്വേഷണം വന്നിട്ടുണ്ട്. ഇതിൽ എന്ത് തരം വിഷ്വലുകളാണ് ഇതിൽ ഉള്ളത്? ഇപ്പോൾ ഈ നാടൻ പാട്ടിൽ നാടൻ കാളവണ്ടിയും അങ്ങനെയൊക്കെയാണ്. നാടൻ പാട്ട് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നത്, പൊതുവെ ഇപ്പം കുട്ടികൾക്കായിട്ട് ഇറങ്ങുന്ന അനിമേഷൻ CD-കളിൽ ഇപ്പോൾ നേഴ്സറി റൈംസ് പോലുള്ള അതിനെല്ലാം ഒരു ഫോറിൻ ടച്ചാണ് കൊടുക്കുന്നത്. ക്യാരക്ടറിനായാലും പാട്ടുകളുടെ സ്റ്റൈൽ, പ്രസൻറ്റേഷനെല്ലാം അതിനൊരു വിദേശ ലുക്കാണ് എപ്പോഴും വരുന്നത്. അപ്പം നമ്മുടേതായ ഒരു സാധനം ഇറക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തോന്നിയിട്ടാണ്. അപ്പം പ്രൊഡ്യൂസർ സോണി ജോസ് ആയിരുന്നു ഡിജിറ്റൽ മീഡിയയുടെ. KM ഉദയനായിരുന്നു മ്യൂസിക്. അപ്പം ഈ KM ഉദയന് ഞാൻ കുറേ പാട്ടുകൾ ഏൽപ്പിച്ചു, നാടൻ പാട്ടുകൾ. അപ്പോൾ പുള്ളിക്ക് ഇഷ്ടമുള്ള കുറച്ച് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. എല്ലാം 2 വരി 4 വരിയുള്ള നാടൻ പാട്ടുകളാണ്. അപ്പോൾ പുള്ളി വളരെ മനോഹരമായിട്ടാണ് അത് മ്യൂസിക് ചെയ്തത്. അപ്പോൾ 6 പാട്ടുകൾ ഇതേപോലെ മ്യൂസിക് ചെയ്തിട്ട് അപ്പം അതിൽ തന്നെ എൻ്റെ കുട്ടിക്കാലത്തായിട്ടൊരു പാട്ടുണ്ട്, മേലോട്ട് നോക്കടിയാക്കി എയറോപ്ലെയിൻ പോണത് കണ്ട അയ്യ ഇതാരുടെ വേല, സായിപ്പന്മാരുടെ വേല എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പാടിക്കൊണ്ടിരുന്നു. അത് പക്ഷേ എറണാകുളം സൈഡിലേക്കൊന്നും കേൾക്കാനില്ല. അപ്പോൾ ആ പാട്ട് വളരെ മനോഹരമായിട്ട് പുള്ളി വിഷ്വൽ ചെയ്തു. അപ്പോൾ അതൊരു കാളവണ്ടി വയലിലൂടെ പോകുന്ന, വയലിൻ്റെ ഇടയിലുള്ള ഒരു വഴിയിലൂടെ പോകുന്ന രീതിയിലാണ് അനിമേറ്റ് ചെയ്തത്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ വിദേശികൾക്ക് ഇഷ്ടപ്പെട്ടത്, വിദേശ മലയാളികൾക്ക്.